ഡൽഹിയിൽ ആദ്യമായി ന്യൂഡൽഹി എന്ന നാമധേയത്തിൽ അറിയുന്ന SNDP യോഗം ശാഖ സ്ഥാപിതമായത് 1997 ആണ്. ആ ശാഖയുടെ നേതൃത്വത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഡൽഹി പ്രതീകാത്മക ശിവഗിരി തീർത്ഥാടന വിളംബര സമ്മേളന മഹാമഹത്തിൻ്റെ തുടക്കമാണ് ഇന്ന് നടക്കുന്നത്. ഈ മഹൽ കർമ്മത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. മലയാള മാസം 1103 ശ്രീനാരായണ ഗുരുദേവൻ കോട്ടയം നാഗമ്പടം ശിവക്ഷേത്രത്തിൽ വിശ്രമിക്കുമ്പോൾ ഗുരുഭക്തരായ ശ്രീ കിട്ടൻ റൈറ്റർ, ശ്രീ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ഇവർ അദ്ദേഹത്തെ കണ്ടു വണങ്ങി ശിവഗിരി തീർത്ഥാടനം നടത്തുന്നതിന് അനുവാദം തേടി. തീർത്ഥാടനത്തിനും അനന്തര നടപടികളിലും ആത്മവിശ്വാസമുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ചില നിബന്ധനകൾക്ക് വിധേയമായി ഗുരുദേവൻ അനുവാദം നൽകി. നിബന്ധനകൾ ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി എന്നീ പഞ്ചശുദ്ധിയോടും മത്സ്യം, മാംസ, മദ്യങ്ങൾ ഉപേക്ഷിച്ച് ചുരുങ്ങിയത് 10 ദിവസത്തെ വ്രതമെടുക്കണം. തീർത്ഥാടനത്തിന് മുന്നോടിയായി പീതാംബരധാരികളും ആയിരിക്കണം. കൂടാതെ ശിവഗിരി തീർത്ഥാടന യാത്രയിലെ ഉദ്ദേശങ്ങൾ, സാധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാം ഗുരു വിശദീകരിച്ചു. തീർത്ഥാടന ലക്ഷ്യങ്ങളായി 8 വിഷയങ്ങളാണ് ഗുരു ഉപദേശിച്ചത്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, കൈത്തൊഴിൽ, കച്ചവടം, സംഘടന, സാങ്കേതിക ശാസ്ത്ര പരിശീലനം. ഓരോ വിഷയത്തിലും വൈദഗ്ധ്യമുള്ളവർ വഴി പ്രസംഗ പരമ്പര നടത്തണം. 5 പേരിൽ തുടങ്ങിയ വച്ച തീർത്ഥാടനം ഇന്ന് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാദർശന മാമാങ്കമായി മാറിയിരിക്കുന്നു. എന്നാൽ കോവിഡ് പേമാരിയുടെ പിടിയിലായിരിക്കെ തീർത്ഥാടനം ഈ വർഷം നിർത്തിവച്ച് പ്രതീകാത്മകമാക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ ആദ്യമായി നടന്ന കൽക്കാജി ഗുരുക്ഷേത്രത്തിലേക്കുള്ള ശിവഗിരി തീർത്ഥാടനത്തിന് പദയാത്ര നടത്തിയ ആദ്യ ആളായ ശ്രീമതി ഓമന മധുവിനെ ഈ തരുണത്തിൽ ഓർക്കുന്നതും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതും ഉചിതമായിരിക്കുന്നെന്ന് കരുതുന്നു. ന്യൂഡൽഹി ശാഖാ ഭാരവാഹികളുടെ ആഭിമുഖ്യത്തിൽ ശ്രീമതി KN ലീനയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ ഇന്ദു രഞ്ജിത്ത് സ്വാഗതം പറയുകയുണ്ടായി. ശ്രീമതി അമ്പിളി സതീഷ് ആശംസാ പ്രസംഗം നടത്തും. ഇന്നു മുതൽ തുടങ്ങുന്ന ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം പ്രഖ്യാപിക്കുന്ന 8 വിഷയങ്ങളെ അധികരിച്ച് പ്രസംഗിക്കുന്ന വിദഗ്ധരെ നമുക്ക് പരിചയപ്പെടാം. യുവത്വത്തിൻ്റെയും ബാല്യത്തിൻ്റെയും പ്രതീകങ്ങളായ അഡ്വക്കേറ്റ് ശരണ്യാരജി, കാർത്തിക് M പ്രഭാകർ, ശ്രേയ രഞ്ജിത്ത്, അശ്വതി അനിൽ, അഭിജിത്ത് P സുനിൽ, അനന്യ സ്മിതീഷ്, റിയ ബിജു, കൃഷ്ണ M പ്രഭാകർ. ഇവർക്ക് അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇവരുടെ പ്രസംഗങ്ങളെ നമ്മൾ ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കണം. ഓൺലൈനിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓഡിയോ, വീഡിയോ ക്ലിപ്പുകൾ അഡ്മിനിന് അപ്പോൾ അയച്ചു കൊടുക്കുക. അവർ ഓൺലൈനിൽ ഇട്ടുകൊള്ളും. കൂടാതെ അത്യാവശ്യം ചെയ്യേണ്ടത് ജനങ്ങൾ അച്ചടക്കത്തോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുന്നതെല്ലാം പ്രവൃത്തിയിൽ വരുത്താൻ ശ്രമിക്കണം. അതിൽ വിജയം പ്രാപിക്കണം. അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. ഇത് ഞാൻ പറയുന്നതല്ല, ശ്രീനാരായണ ഗുരുദേവൻ 1103 അരുളി ചെയ്തതാണ്. അങ്ങനെ ആദ്യം ന്യൂഡൽഹി ശാഖയ്ക്ക് അഭിവൃദ്ധി ഉണ്ടായി സ്വന്തമായി ആസ്ഥാനം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്നും സമ്മേളനത്തിന് എല്ലാവിധ വിജയങ്ങളും കൈവരിക്കട്ടെ എന്നും കൃതജ്ഞത പറയാൻ പോകുന്ന ശ്രീമതി സന്ധ്യ ബിജു ഉൾപ്പെടെ ശ്രീ മനോജിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ
മണിയപ്പൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം.